PSC ഡയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 2023 ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സ്. ഇതേ പുസ്തകത്തിലെ 2023 നവംബറും ഡിസംബറും 2024 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിന്റെ 2023 ഒക്ടോബറിലെ ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നന്നായിട്ട് കമൻറ്റ് ചെയ്ത് അറിയിച്ചിരുന്നു. അങ്ങനെ കമൻറ്റ് ചെയ്ത് അറിയിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതേപോലെ തുടർന്നും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ വളരണമെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ മാക്സിമം കാണുക. അതേപോലെ തന്നെ ചാനലിന് ലൈക്കും കമൻറ്റും വരുമ്പോഴാണ് ചാനൽ റേറ്റിങ്ങിലേക്ക് വരികയും ഒത്തിരി ആൾക്കാർ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചാനൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2023 ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ ദ സാർട്സ് എറ്റ് ദ ലെറ്റേഴ്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ സിനിമാ താരമാണ് റിച്ച ചദ്ദ എന്ന് പറയുന്നത്. അപ്പോൾ 2023 ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ ദ സാർട്സ് അറ്റ് ദ ലെറ്റേഴ്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ സിനിമാ താരമാണ് റിച്ച ചദ്ദ. 2023 അന്തരിച്ച മുൻ ഫിൻലൻഡ് പ്രസിഡന്റാണ് മാർട്ടി അഹ്റ്റിസാരി. 2008 സമാധാന നൊബേൽ ജേതാവാണ് ഇദ്ദേഹം. 2023 അന്തരിച്ച മുൻ ഫിൻലൻഡ് പ്രസിഡന്റാണ് മാർട്ടി അഹ്റ്റിസാരി. 2008 സമാധാന നൊബേൽ ജേതാവാണ് ഇദ്ദേഹം. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് പുന്നപ്രയിലാണ്, അല്ലെ? കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് പുന്നപ്രയിലാണ്. ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് കണ്ടാൽ മതി. നമ്മളൊക്കെ ബീച്ചിൽ പോകുന്ന ആൾക്കാരാണ്, അല്ലെ? അപ്പൊ അടുത്ത തവണ ബീച്ചിൽ പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ ആലോചിക്കുക, കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം ബീച്ച് പദ്ധതി ഉണ്ടല്ലോ, ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതിയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, അതെവിടെ? പുന്നപ്രയിലാണ്, പുന്നപ്ര. 5ാമത് ലോക കോഫി കോൺഫറൻസിൽ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് അട്ടപ്പാടി കാപ്പി, അല്ലെ? അട്ടപ്പാടി കാപ്പിയാണ് അങ്ങനെ ഒരു ഉൽപ്പന്നം. എന്താണ് അട്ടപ്പാടി കാപ്പി എന്നിനി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ എന്താ റിവേഴ്സ് ഓർഡറിൽ ഓർക്കുക, എന്താണ് അട്ടപ്പാടി കാപ്പി? 5ാമത് ലോക കോഫി കോൺഫറൻസിൽ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് അട്ടപ്പാടി കാപ്പി എന്ന് പറയുന്നത്, അല്ലെ? അടുത്തത് തൈവാൻ ആഭ്യന്തരമായി നിർമ്മിച്ച ആദ്യത്തെ അന്തർവാഹിനി, അല്ലെ? അന്തർവാഹിനിയാണ് കേട്ടോ, തൈവാനാണ്. തൈവാൻ ഏത് രാജ്യമാണ്? തൈവാൻ ആഭ്യന്തരമായി നിർമ്മിച്ച അന്തർവാഹിനിയാണ് ഹൈക്കുൻ എന്നാണ് അന്തർവാഹിനിയുടെ പേര്. തൈവാൻ ഹൈക്കുൻ അന്തർവാഹിനിയാണ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ 8 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? അത് ടോൾസ്റ്റോയ് ഫാമിലാണ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ 8 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് ടോൾസ്റ്റോയ് ഫാമിലാണ്. ഇത് കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് തന്നെ കുറേയൊന്നും കാണാതെ ഇരുന്ന് പഠിക്കേണ്ട കാര്യങ്ങളില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്. ഇത് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ജസ്റ്റ് പ്ലേ ചെയ്യുക, കേൾക്കുക മാക്സിമം. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ 8 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് ടോൾസ്റ്റോയ് ഫാമിലാണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരമാണ് അദിതി അശോക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരമാണ് അദിതി അശോക്. BR അംബേദ്കറുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അത് മെരിലാൻഡിലാണ്. ആരുടെയാണ്? BR അംബേദ്കറുടേതാണ്. BR അംബേദ്കറുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? നിങ്ങൾ കണ്ണടച്ചെന്ന് ആലോചിക്കുക, മെരിലാൻഡിലാണത്, മെരിലാൻഡിൽ. ബിംസ്റ്റെക്കിന്റെ പുതിയ സെക്രട്ടറി ജനറൽ ഇന്ദ്രാമണി പാണ്ഡെയാണ്. ഇത് 2023 ഒക്ടോബറിലെ വിഷയമാണ്. ഇങ്ങനെയുള്ള ഈ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്നവർ, അല്ല, സെക്രട്ടറി ജനറൽ, ഡയറക്ടർ ജനറൽ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഇതൊന്നും അറിഞ്ഞു പോകാന്നേ ഉള്ളൂ. പക്ഷെ ഇത് പഠിക്കേണ്ടത് ആ പരീക്ഷ വരുന്നതിന്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ്, അല്ലെ 2-3 ദിവസം മുമ്പാണിത്. ഒരാഴ്ചയല്ല, ശരിക്കും പറഞ്ഞാൽ പരീക്ഷയുടെ തലേ ദിവസവും ആ ദിവസമൊക്കെ ആയിട്ടാണിത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ആ സ്ഥാനമാനങ്ങളൊക്കെ ചിലപ്പോൾ പരീക്ഷയുടെ അന്ന് രാവിലെ ആയിരിക്കും നമ്മൾ പഠിച്ചു വെച്ച ഏതെങ്കിലും ഒരു പൊസിഷൻ മാറുന്നത്. അതുകൊണ്ട് ആ ഒരു അപ്ഡേറ്റ് ചെയ്ത്, അതാണ് കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പരീക്ഷയുടെ അന്ന് തന്നെ മാക്സിമം പരീക്ഷയുടെ തലേദിവസങ്ങളായിട്ട് പഠിച്ചു വെച്ചിട്ട് അന്ന് തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അടുത്ത് നമ്മളെന്തായാലും ഇതിൻ്റെ സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച ഒരു ക്ലാസ് എന്തായാലും ഇടും. നമ്മുടെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ, അതേപോലെ വിവരാവകാശ കമ്മീഷൻ, അതേപോലെ ഇതിൻ്റെ ലോക നേതാക്കൾ, അതൊക്കെ നമ്മളിടും അന്ന്. ആ സമയത്ത് നമുക്ക് പഠിക്കാം. ബിംസ്റ്റെക്കിലെ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത് 7 പേരാണ്. ബിംസ്റ്റെക്കിലെ അംഗരാജ്യങ്ങൾ 7 പേർ.
1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിന് ബംഗ്ലാദേശ് നിർമ്മിക്കുന്ന സ്മാരകം എവിടെയാണ്? അത് അഷുഗഞ്ചിലാണ്. അഷുഗഞ്ച്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിന് ബംഗ്ലാദേശ് നിർമ്മിക്കുന്ന സ്മാരകം എവിടെയാണ്? അത് അഷുഗഞ്ചിലാണ്. അഷുഗഞ്ച്. ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരമാണ് മിന്നുമണി. ഈ മിന്നുമണി സ്പോർട്സിലെ പ്രത്യേകിച്ച് ക്രിക്കറ്റിലെ വനിതകളെയൊക്കെ അടുത്തിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അവരുടെ റെക്കോർഡ്സ് ഒക്കെ. അപ്പോൾ ഈ മിന്നുമണി എനിക്ക് ഫീൽ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കേട്ടോ. അത് ചോദ്യം വരും. മിന്നുമണി ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് മിന്നുമണിയെ കുറിച്ച്. അപ്പോൾ ഇത് നോക്കുക, ഇത് വേറെ എവിടെയുമല്ല, ഏഷ്യൻ ഗെയിംസിലാണ്. ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരമാണ് നമ്മുടെ മിന്നുമണി എന്ന് പറയുന്നത് അല്ലേ. ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരമാണ് എം ശ്രീശങ്കർ എന്ന് പറയുന്നത്. ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരമാണ് എം ശ്രീശങ്കർ. എവിടെയെന്ന് ഓർക്കണം? ഏഷ്യൻ ഗെയിംസിലാണ്. ഏഷ്യൻ ഗെയിംസിൽ 2023 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ അഭിനേതാവാണ് മാത്യു പെറി. 2023 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ അഭിനേതാവാണ് മാത്യു പെറി. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് എന്ന് പറയുന്നത്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് എന്ന് പറയുന്നത്. അടുത്തത് 2023 ലോകാരോഗ്യ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ബെർലിൻ ആയിരുന്നു. 2023 ലോകാരോഗ്യ ഉച്ചകോടിയുടെ വേദി ബെർലിൻ ആയിരുന്നു. 2023 വേൾഡ് ടൂറിസം ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് റിയാദാണ്. 2023 വേൾഡ് ടൂറിസം ദിനത്തിന് അല്ലെ, അത് മനസ്സിലാലോചിക്കുക. കാരണം പെട്ടെന്ന് റിയാദ് ടൂറിസം ദിനത്തിനാണ്. വേൾഡ് ടൂറിസം ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് റിയാദാണ്. 2023 43ാമത് ലോക പൈതൃക സമിതി യോഗത്തിന്റെ വേദി എന്ന് പറയുന്നത് റിയാദായിരുന്നു. അപ്പോൾ റിയാദ് 2 കാര്യങ്ങൾ പഠിച്ചു. എന്താണ്? വേൾഡ് ടൂറിസം ദിനത്തിന് ആതിഥേയത്വം വഹിച്ചു, അതേപോലെ 43ാമത് ലോക പൈതൃക സമിതി യോഗത്തിന്റെ വേദിയും റിയാദായിരുന്നു. 2023 ഫാരഡെ മെഡലിന് അർഹനായ ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ആരോഗ്യസ്വാമി പോൾരാജാണ്. 2023 ഫാരഡെ മെഡലിന് അർഹനായ ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആരോഗ്യസ്വാമി പോൾരാജ്. 2023 മെക്സിക്കോയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഓട്ടിസ് എന്ന് പറയുന്നത്. മെക്സിക്കോയിൽ വീശിയ ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റൊക്കെ PSCയുടെ അടുത്ത കാലത്ത് PSC നിരന്തരം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുഴലിക്കാറ്റ് നോക്കുക, മെക്സിക്കോ ഓട്ടിസ്. 2023 മെക്സിക്കോ ഓട്ടിസ്. മെക്സിക്കോയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഓട്ടിസ്. മെക്സിക്കോ ഓട്ടിസ്. അപ്പോൾ അടുത്ത ഒരെണ്ണം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് പുറത്തുവിട്ട സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് ഒക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത്. ജാതി സെൻസസ് പുറത്തുവിട്ട സംസ്ഥാനം ബീഹാറാണ്. ഉത്തർപ്രദേശിന്റെ സംസ്ഥാന ജലജീവി എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിൻ. ഉത്തർപ്രദേശിന്റെ സംസ്ഥാന ജലജീവി ഗംഗാ ഡോൾഫിനാണ്. സംസ്ഥാനത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉത്തരാഖണ്ഡ് സംസ്ഥാനം കൊണ്ടുവന്ന ആപ്പാണ് റോസ്ഗർ പ്രയാഗ് പോർട്ട്. എന്താണ്? സംസ്ഥാനത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉത്തരാഖണ്ഡ് സംസ്ഥാനം കൊണ്ടുവന്ന ആപ്പാണ് റോസ്ഗർ പ്രയാഗ് പോർട്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 33% OBC സംവരണം. ഈ സംവരണമൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 33% OBC സംവരണം നടപ്പാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. 33% OBC സംവരണം നടപ്പാക്കിയ സംസ്ഥാനം തമിഴ്നാട്. അടുത്തിടെ സ്വതന്ത്ര പട്ടികവർഗ കമ്മീഷൻ രൂപവത്കരിക്കുന്നതിന് അനുമതി നൽകിയ സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്തിടെ സ്വതന്ത്ര പട്ടികവർഗ കമ്മീഷൻ രൂപവത്കരിക്കുന്നതിന് അനുമതി നൽകിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ചോളത്തിന്റെ ഉൽപാദനവും വിപണനവും വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി മഗാ മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. ചോളത്തിന്റെ ഉൽപാദനവും വിപണനവും വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി മഗാ മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. എല്ലാ ജില്ലകളിലും ഹാൾമാർക്കിംഗ് സെന്ററുകളുള്ള ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. എല്ലാ ജില്ലകളിലും ഹാൾമാർക്കിംഗ് സെന്ററുകളുള്ള ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 2023 ICC പുരുഷ ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ബ്ലേസ് ആൻഡ് ടോങ് ആയിരുന്നു. 2023 ICC പുരുഷ ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ബ്ലേസ് ആൻഡ് ടോങ് ആയിരുന്നു. 2023 അന്തരിച്ച കാർട്ടൂണിസ്റ്റാണ് സുകുമാർ എന്ന് പറയുന്നത്. 2023 അന്തരിച്ച കാർട്ടൂണിസ്റ്റാണ് സുകുമാർ. 2023 അന്തരിച്ച
കഥകളി കലാകാരനാണ് കോട്ടയ്ക്കൽ ഗോപി നായർ. 2023 അന്തരിച്ച കഥകളി കലാകാരനാണ് കോട്ടയ്ക്കൽ ഗോപി നായർ. കുടുംബശ്രീ അംഗങ്ങളെ തിരികെ സ്കൂളിലേക്ക് എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് കുടുംബശ്രീ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ എന്ന് പറയുന്നത്. തിരികെ സ്കൂളിൽ ഈ അടുത്തിടെ സ്കൂളുകളിൽ എന്തെങ്കിലും കാര്യത്തിന് പോയിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ ഇതിന്റെ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ എനിക്ക് ശനിയോ ഞായറോ ഏതോ ദിവസങ്ങളാണ് അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരെല്ലാം കൂടെ അല്ലെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നല്ല അവരുടെ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചൊരു ജാഥ പോലെയൊക്കെ സ്കൂളിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ തിരികെ സ്കൂളിലേക്ക് എന്നാണ് ആ പദ്ധതിയുടെ പേര്. കുടുംബശ്രീ അംഗങ്ങളെ തിരികെ സ്കൂളിലെത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് കുടുംബശ്രീ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും കുടുംബശ്രീയുമായി ചേർന്നിട്ടുള്ളൊരു പദ്ധതിയാണ് അല്ലെ തിരികെ സ്കൂളിലേക്ക്. അപ്പോൾ അടുത്ത ഒരെണ്ണം നോക്കാം. മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ. എന്താണ് മുജീബ് അല്ലെ? മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ശ്യാം ബെനഗലാണ്. ശ്യാം ബെനഗൽ. മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ശ്യാം ബെനഗലാണ്. 2023 അന്തരിച്ച മുൻ ചൈനീസ് പ്രധാനമന്ത്രിയാണ് ലീ കെക്വാങ് അല്ലെ. ലീ കെക്വാങ് ആരാണ്? 2023 അന്തരിച്ച മുൻ ചൈനീസ് പ്രധാനമന്ത്രിയാണ് ലീ കെക്വാങ്. 2023 സഖറോവ് പുരസ്കാരം ലഭിച്ചത് ജീന മഹ്സ അമീനിക്കും അതേപോലെ തന്നെ വുമൺ ലൈഫ് ഫ്രീഡം മൂവ്മെന്റിനുമാണ്. വുമൺ ലൈഫ് ഫ്രീഡം മൂവ്മെന്റും. അപ്പൊ ആർക്കൊക്കെയാണ് സഖറോവ് പുരസ്കാരം ലഭിച്ചത് എന്ന് നോക്കാം. 2023 സഖറോവ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഒന്ന് ജീന മഹ്സ അമീനി അല്ലെ, ജീന മഹ്സ അമീനി, പിന്നെ വുമൺ ലൈഫ് ഫ്രീഡം മൂവ്മെന്റ്. ഈ ഒരു പ്രസ്ഥാനത്തിനും ആ ഒരു വ്യക്തിക്കുമാണ് സഖറോവ് പുരസ്കാരം ലഭിച്ചത്. 2024 സ്വന്തമായി ദേശീയ സുരക്ഷാ നിയമം രൂപവൽക്കരിക്കുവാൻ ഒരുങ്ങുന്ന നഗരമാണ് ഹോങ്കോങ്. 2024 സ്വന്തമായി ദേശീയ സുരക്ഷാ നിയമം രൂപവൽക്കരിക്കുവാൻ ഒരുങ്ങുന്ന നഗരമാണ് ഹോങ്കോങ് എന്ന് പറയുന്നത്. 19ാമത് ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഋജുരാജ് ഗെയ്ക്വാദാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഋജുരാജ് ഗെയ്ക്വാദാണ്. കുഞ്ഞിന് പേരിടാനുള്ള മാതാപിതാക്കളുടെ തർക്കത്തെ തുടർന്ന് പേരൻസ് പേട്രിയെ നിയമാധികാരമാണ് പേരൻസ് പേട്രിയെ എന്ന നിയമാധികാരം ഉപയോഗിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി എന്ന് പറയുന്നത്. കുഞ്ഞിന് പേരിടാനുള്ള മാതാപിതാക്കളുടെ തർക്കത്തെ തുടർന്ന് പേരൻസ് പേട്രിയെ എന്ന നിയമാധികാരം ഉപയോഗിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു റീൽസിൽ റീൽസ് അല്ല, ഒരു ഒറിജിനൽ സംഭവം കണ്ടിട്ടുള്ള ഒരു കൊച്ചിനെ പേരിടാൻ വേണ്ടിയിട്ട് അല്ലേ, അച്ഛൻ പേര് പറയുന്ന അതേ സമയം തന്നെ അവിടെ ആടി തുടങ്ങും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനത് ജസ്റ്റ് അത് കണക്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ആ ഒരു വിഷയമായിട്ട് നിങ്ങളത് കണ്ട് കുറേ ചിരിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾക്കറിയാം, ഇങ്ങനെ പേരിടാനൊരു തർക്കം വന്നു കഴിഞ്ഞാൽ പേരൻസ് പേട്രിയെ എന്ന നിയമാധികാരം ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഹൈക്കോടതി അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇനിയിപ്പോൾ അടുത്തത് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് യശസ്വി ജയ്സ്വാൾ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് യശസ്വി ജയ്സ്വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, വെറുതെ വായിച്ചു വിടുകയല്ല, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാണ് വായിച്ചു പോകേണ്ടത്. US ജനപ്രതിനിധി സഭയുടെ പുതിയ സ്പീക്കറാണ് മൈക്ക് ജോൺസൺ. US ജനപ്രതിനിധി സഭയുടെ പുതിയ സ്പീക്കറാണ് മൈക്ക് ജോൺസൺ അല്ലെ. ആ മൈക്ക് എന്നുള്ളൊരു പേര് അതിനകത്ത് തന്നെയുണ്ട്. പുള്ളിക്കാരൻ സ്പീക്കറുമാണ് അല്ലെ. അപ്പോൾ സ്പീക്കറുമാണ്, മൈക്കും ഉണ്ട്. സ്പീക്ക് ചെയ്യാൻ സംസാരിക്കാന്നല്ലേ, അപ്പം മൈക്കും ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കുക. സ്പീക്കർ അല്ലെ, സ്പീക്കർ നമ്മൾ കേൾക്കാൻ യൂസ് ചെയ്യുന്നതാണ്, മൈക്ക് നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്നതാണ് അല്ലെ. മൈക്ക് സ്പീക്കർ. US ജനപ്രതിനിധി സഭയുടെ പുതിയ സ്പീക്കറാണ് മൈക്ക് ജോൺസൺ അല്ലെ. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. എന്താണ്? ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് ഒക്കെ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യയും മലേഷ്യയും ചേർന്ന് നടത്തിയ ഹരിമൗ ശക്തി സൈനികാഭ്യാസത്തിന് വേദിയായ സ്ഥലം മേഘാലയ. എവിടെയാണ്? മേഘാലയ. ഇന്ത്യയും മലേഷ്യയും ചേർന്ന് നടത്തിയ ഹരിമൗ ശക്തി സൈനികാഭ്യാസത്തിന് വേദിയായത് മേഘാലയയാണ്. ഇക്വഡോറിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്ന വ്യക്തി ഡാനിയൽ നൊബോവയാണ്. അടുത്തിടെ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട്
ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? അത് നമ്മുടെ സിക്കിമിലാണ്. അടുത്തിടെ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? സിക്കിം. അപ്പം ഇതൊക്കെ ചോദിച്ചേക്കാം. ചുങ്താങ് അണക്കെട്ട് സിക്കിം. രാജ്യാന്തര ചെസ് സംഘടനയുടെ എലോ റേറ്റിംഗിൽ 2700 കടന്ന ആദ്യ മലയാളിയാണ് നിഹാൽ സരീൻ. രാജ്യാന്തര ചെസ് സംഘടനയുടെ എലോ റേറ്റിംഗിൽ 2700 കടന്ന ആദ്യ മലയാളിയാണ് നിഹാൽ സരീൻ. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ്. മാലദ്വീപിന്റെ പുതിയ പ്രസിഡന്റാണ് മുഹമ്മദ് മുയിസു. മാലദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ആണ്. മുഹമ്മദ് മുയിസു അറിയാലോ, മുഹമ്മദ് മുയിസു ചൈനീസ് അനുകൂലിയാണ് അല്ലെ. വന്നുടനെ തന്നെ ആവശ്യമില്ലാത്ത പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ആൾക്കാർ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ട് പത്രത്തിൽ ന്യൂസ് ഒന്നും ഓർക്കുന്നില്ല, അങ്ങോട്ടുള്ള ടൂറിസം അല്ലെ പാക്കേജുകൾ പലരും നിർത്തലാക്കിയിട്ട് അതൊക്കെ നേരെ നമ്മുടെ ലക്ഷദ്വീപിന് കൊടുക്കുകയുണ്ടായിട്ടുണ്ട് അല്ലെ. അങ്ങനെ ലക്ഷദ്വീപിന് ചെറിയൊരു പ്രാധാന്യം വന്നു. ലക്ഷദ്വീപ് നമ്മുടെ ഈ മാലദ്വീപിനെ പോലെ ഉയർത്തിയെടുക്കാവുന്നൊരു ചർച്ചകളൊക്കെ വന്നു. ഇപ്പം കഴിഞ്ഞിടെ തന്നെ നമ്മുടെ ഇന്ത്യൻ സൈനികരെ ഈ പറയുന്ന മാലദ്വീപിൽ കുറച്ചുപേരെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ. അവരെയൊക്കെ കുറേശ്ശെയായിട്ട് ഇവർ പറഞ്ഞുകൊണ്ട് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾ ഇതൊക്കെ ന്യൂസൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വേറൊന്നുമല്ല, അത്രയും ഇന്ത്യയുമായിട്ടൊരു ചെറിയൊരു ഇതിലാണ് നിൽക്കുന്നത് ഈ പറയുന്ന മാലദ്വീപ്. കാരണം ഇദ്ദേഹം ചൈനീസ് അനുകൂലിയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതൊന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആനുകാലിക സംഭവങ്ങളിൽ വരുന്നതാണല്ലോ. നമുക്ക് അടുത്തിടെ നടന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് മുയിസുവിന് ഒരു പ്രാധാന്യമുണ്ട്, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തിടെ ഏത് സെർച്ച് എഞ്ചിന്റെ 25ാം വാർഷികമാണ് ആഘോഷിച്ചത്? ഗൂഗിളിന്റെ അല്ലെ. ഗൂഗിളിന് 25 വയസ്സായി അല്ലെ. അടുത്തിടെ ഏത് സെർച്ച് എഞ്ചിന്റെ 25ാം വാർഷികമാണ് ആഘോഷിച്ചത്? ഗൂഗിൾ. അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെന്റ് സ്റ്റാമ്പിലൂടെ ആദരിച്ച മലയാള നടനാണ് നമ്മുടെ മമ്മൂട്ടി. അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെന്റ് സ്റ്റാമ്പിലൂടെ ആദരിച്ച മലയാള നടനാണ് മമ്മൂട്ടി. അമേരിക്കയിൽ ജനപ്രതിനിധി സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ സ്പീക്കറാണ് കെവിൻ മക്കാർത്തി. അമേരിക്കയിൽ ജനപ്രതിനിധി സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ സ്പീക്കറാണ് കെവിൻ മക്കാർത്തി അല്ലെ. ഈ സ്പീക്കർക്ക് പകരമാണ് പുതിയ സ്പീക്കർ വന്നു എന്ന് നമ്മൾ പഠിച്ചത് അല്ലെ, മൈക്ക് ചേർത്തിട്ട്. ഓക്കെ, അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. 6ാമത് ലോക ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? 6ാമത് ലോക ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി ഉത്തരാഖണ്ഡ് അല്ലെ. ഉത്തരാഖണ്ഡിൽ എപ്പോഴും പ്രളയവും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കുക, 6ാമത് ലോക ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി ഉത്തരാഖണ്ഡാണ്. അതുപോലെ 6ാമത് ലോക ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ അംബാസിഡർ അമിതാഭ് ബച്ചൻ ആണ് അല്ലെ. 6ാമത് ലോക ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ അംബാസിഡർ അമിതാഭ് ബച്ചൻ ആണ്. അപ്പോൾ ഉച്ചകോടിയുടെ വേദി ഉത്തരാഖണ്ഡായിരുന്നു, അതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് അമിതാഭ് ബച്ചൻ ആണ്. 2023 വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നേടിയത് എസ് സോമനാഥ് ആണ്. 2023 വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നേടിയത് എസ് സോമനാഥ്. മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ തമിഴ് സിനിമയാണ് 800. MS ശ്രീപതിയാണ് സംവിധാനം ചെയ്തത്. MS ശ്രീപതി. ഒരുപക്ഷെ നമ്മളൊക്കെ അറിയത് മുത്തയ്യ മുരളീധരന്റെ ജീവിതമായിരുന്നു 800 എന്ന് പറയുന്ന സിനിമയെന്നും തമിഴ് സിനിമയാണെന്നും നമുക്കറിയാം. ഈ പറയുന്ന സംവിധാനം ചിലപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തേക്കണമെന്നില്ല, ചിലപ്പോൾ നമ്മളെ കുഴപ്പിക്കാൻ വേണമെങ്കിൽ ഇത് കൊടുക്കാം. MS ശ്രീപതിയാണ് ഇതിന്റെ സംവിധാനം എന്ന് പറയുന്നത്. മുത്തയ്യ മുരളീധരൻ അല്ലെ, ഒരു കാലഘട്ടത്തിന്റെ മികച്ച ബൗളറാണ് മുത്തയ്യ മുരളീധരൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ ഏകദിന ക്രിക്കറ്റിലാണ് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോറാണ് 428 എന്ന് പറയുന്നത്. ഇത് ശ്രീലങ്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക അടിച്ചതാണ് അല്ലെ. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോറാണ് 428. ശ്രീലങ്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക അടിച്ചതാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം IPL-ലും ഇതേപോലൊരു റെക്കോർഡ് വരുന്നുണ്ടല്ലോ. IPL ഉയർന്ന സ്കോർ 277 287 ഒക്കെയാണ്. അപ്പോൾ അതും അടുത്ത പരീക്ഷകളിൽ ചോദിക്കാം. അടുത്തത് 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ചൈനയാണ്. ചൈന 201 സ്വർണം നേടിയിട്ടുണ്ട്. 201 സ്വർണം, 111 വെള്ളിയുണ്ട്. 111 വെള്ളി, 71 വെങ്കലം ഉൾപ്പെടെ 383 മെഡലുകളാണ് ഏഷ്യൻ ഗെയിംസിൽ ചൈന നേടിയത്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യമാണ് ചൈന. 201 സ്വർണം, 111 വെള്ളി, 71
വെങ്കലം ഉൾപ്പെടെ 383. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ എത്രാമത്തെ പ്രാവശ്യമാണ് ചൈന ഒന്നാമതെത്തുന്നത്? 11 അല്ലെ, 11ാമത്തെ വട്ടമാണ് ചൈന ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ തന്നെ ഒന്നാമതെത്തുന്നത്. 11ാമത്തെ തവണയാണ്. നോക്കുക, 19ാമത് ഏഷ്യൻ ഗെയിംസ് എന്നാണ് പറയുന്നത്. അതിൽ 11 വട്ടവും ചൈന തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് മാക്സിമം കറണ്ട് അഫയേഴ്സ് തീർക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത നിങ്ങൾ ക്ഷമയോടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് ആണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ 2x സ്പീഡിൽ ഇട്ടിട്ടാണെങ്കിലും നിങ്ങളിത് എങ്ങനെയെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക. ഒരു തവണയെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക. ആ ഒരു ഇതെങ്കിലും ചിലപ്പോൾ നിങ്ങളെ എക്സാം ഹാളിൽ ഗുണം ചെയ്യും നിങ്ങൾക്ക്. അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കുക. ഇന്ത്യ നേടിയ മെഡലുകൾ, അത് ഏഷ്യൻ ഗെയിംസിലാണ്. 19ാം ഏഷ്യൻ ഗെയിംസിൽ നമ്മൾ ചൈന നേടിയ മെഡലുകൾ ഇപ്പോൾ പഠിച്ചു. 383 ആകെ മെഡലുകൾ അല്ലേ. അപ്പോൾ ഇന്ത്യ നേടിയ മെഡലുകൾ 107 മെഡലുകൾ. അതിൽ 28 സ്വർണ്ണമുണ്ട്, 38 വെള്ളിയുണ്ട്, 41 വെങ്കലമുണ്ട് അല്ലേ. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഈ പറയുന്നതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ഡീപ്പായിട്ട് നമ്മൾ കുഴപ്പിക്കണമെങ്കിൽ ചോദിക്കാം. അതിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. 19ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ ദീപശിഖ എറ്റേണൽ ഫ്ലെയിം എന്നുള്ളതായിരുന്നു. എറ്റേണൽ ഫ്ലെയിം അല്ലെ, എറ്റേണൽ ഫ്ലെയിം ആണ് 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ദീപശിഖ. എറ്റേണൽ ഫ്ലെയിം 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് PR ശ്രീജേഷ് ആണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുമ്പോഴാണ് വീഡിയോ റീച്ച് ആകുന്നതും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതും എൻ്റെ എഫർട്ട് കൂടുതൽ ആൾക്കാർക്ക് ഫലപ്രദമാകുന്നതും. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുക. ഖത്തർ ഗ്രാൻഡ് പ്രീ ജേതാവ് മാക്സ് വെർസ്റ്റപ്പൻ ആണ്. മാക്സ് വെർസ്റ്റപ്പൻ അല്ലേ. ഇപ്പം ഈ പേര് നമ്മൾ അടുത്തിടെ കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട് അല്ലേ. മാക്സ് വെർസ്റ്റപ്പൻ. ഖത്തർ ഗ്രാൻഡ് പ്രീ ആണ്. ഇത് ഏതാണ്? ഖത്തറാണ്. ഖത്തർ ഗ്രാൻഡ് പ്രീ ജേതാവ് മാക്സ് വെർസ്റ്റപ്പൻ ആണ്. US-ന്റെ ഉന്നത ശാസ്ത്ര ബഹുമതിയായ വൈറ്റ് ഹൗസ് നാഷണൽ മെഡലിന് അർഹരായ ഇന്ത്യക്കാരാണ് അശോക് ഗാഡ്ഗിലും സുബ്ര സുരേഷും. അപ്പോൾ എന്താണ്? US-ന്റെ ഉന്നത ശാസ്ത്ര ബഹുമതിയാണ് കേട്ടോ. ശാസ്ത്ര ബഹുമതി. US-ന്റെ ഉന്നത ശാസ്ത്ര ബഹുമതിയായ വൈറ്റ് ഹൗസ് നാഷണൽ മെഡലിന് അർഹരായ ഇന്ത്യക്കാരാണ്. ആരൊക്കെയാണ്? അശോക് ഗാഡ്ഗിലും അതേപോലെ സുബ്ര സുരേഷും. മലിനജലം കണ്ടെത്തുന്നതിനായി ടെത്തിസ് എന്ന ഉപകരണം സൃഷ്ടിച്ചതിന് US പ്രഥമ വനിത ജിൽ ബൈഡനാൽ ആദരിക്കപ്പെട്ട ഇന്ത്യൻ അമേരിക്കൻ കൗമാര ശാസ്ത്രജ്ഞയാണ് ഗീതാഞ്ജലി റാവു. അപ്പോൾ എന്താ സംഭവം? കണ്ടുപിടിച്ച സംഭവം എന്താണ്? മലിനജലം കണ്ടെത്തുന്നതിനായി ടെത്തിസ് എന്ന ഉപകരണമാണ്. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനാണ്. മലിനജലം കണ്ടെത്തുന്നതിനായി ടെത്തിസ് എന്ന ഉപകരണം സൃഷ്ടിച്ചതിന് US പ്രഥമ വനിത ജിൽ ബൈഡനാൽ ആദരിക്കപ്പെട്ട ഇന്ത്യൻ അമേരിക്കൻ കൗമാര ശാസ്ത്രജ്ഞയാണ് ഗീതാഞ്ജലി റാവു. ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം ഓപ്പറേഷൻ അൽ അക്സ സ്ട്രോം എന്നാണ്. ഓപ്പറേഷൻ അൽ അക്സ സ്ട്രോം. അപ്പോൾ എന്താണ്? ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം ഓപ്പറേഷൻ അൽ അക്സ സ്ട്രോം എന്നാണ് അറിയപ്പെടുന്നത്. 2020 സാഹിത്യ നൊബേൽ ജേതാവാണ് ലൂയിസ് ഗ്ലുക്ക് എന്ന് പറയുന്നത്. ലൂയിസ് ഗ്ലുക്ക് അല്ലെ. 2020 അന്തരിച്ച 2020 സാഹിത്യ നൊബേൽ ജേതാവാണ് ലൂയിസ് ഗ്ലുക്ക്. ഏത് ഇന്ത്യൻ തുറമുഖത്ത് നിന്നാണ് 2024 ജനുവരി മുതൽ ശ്രീലങ്കയിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുന്നത്? അത് നാഗപട്ടണത്തു നിന്നാണ്. നാഗപട്ടണം. ജാഫ്നയിലെ കങ്കേശൻ തുറയിലേക്കാണ് സർവീസ്. നോക്കുക, ഏത് ഇന്ത്യൻ തുറമുഖത്ത് നിന്നാണ് 2024 ജനുവരി മുതൽ ശ്രീലങ്കയിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുന്നത്? നാഗപട്ടണത്ത് നിന്നാണ്. നാഗപട്ടണം എന്ന തുറമുഖത്ത് നിന്നാണ്. അത് ജാഫ്നയിലെ കങ്കേശൻ തുറയിലേക്കാണ് സർവീസ് നടത്തുന്നത്. അടുത്തത് 27ാമത് ലോക റോഡ് കോൺഫറൻസിന്റെ വേദി പ്രാഗ് ആയിരുന്നു. പ്രാഗ് 27ാമത് ലോക റോഡ് കോൺഫറൻസിന്റെ വേദി പ്രാഗാണ്. 2023 ഫിഫ പുരുഷ ലോകകപ്പിന്റെ വേദി മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവിടെയാണ്. അപ്പോൾ 2030 നടക്കാൻ പോകുന്ന ഫിഫ പുരുഷ ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിലാണ്. മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ. 44ാമത് റൈഡർ കപ്പിന്റെ വേദി ഇറ്റലിയാണ്. 2023 എയർഫോഴ്സ് ദിന പരേഡ് വേദി പ്രയാഗ്രാജാണ്. 2023 എയർഫോഴ്സ് ദിന പരേഡ് വേദി പ്രയാഗ്രാജാണ്. എയർഫോഴ്സ് ദിന പരേഡ് നയിച്ച ആദ്യ വനിതയാണ്
ഷാലിസ ദാമി. എയർഫോഴ്സ് ദിന പരേഡ് നയിച്ച ആദ്യ വനിതയാണ് ഷാലിസ ദാമി. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പാറ്റ ഗോൾഡ്, പാറ്റയാണ് നമ്മുടെ അല്ലെ, പാറ്റ ഗോൾഡ് അവാർഡ് നേടിയത് കേരള ടൂറിസമാണ്. അപ്പോൾ എന്താണ്, വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പാറ്റ ഗോൾഡ് അവാർഡ് നേടിയത് കേരള ടൂറിസമാണ്. ഇതൊക്കെ ഒരു ഇൻഫർമേഷനാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. അല്ലെ, ഏഷ്യൻ ഗെയിംസിൽ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. 47ാമത് വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. അല്ലെ, ശ്രീകുമാരൻ തമ്പി. അത് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ്. 1,00,000 രൂപയും ശില്പവും ഉൾപ്പെടുന്നതാണ് അംഗീകാരം. നമ്മൾ ഈ അവാർഡുകളൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഇതേപോലെ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോയപ്പോൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ചിലതൊക്കെ കോഡിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കോഡിട്ട് പഠിച്ചതാണ്. അപ്പോൾ 47ാമത് വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതം ഒരു പെൻഡുലം. അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസ് വേദി ഡെറാഡൂൺ ആണ്. അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസ് വേദി ഡെറാഡൂൺ. അടുത്തത് നിതിൻ ഗഡ്കരിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ ചിത്രം ഗഡ്കരി എന്നാണ്. അല്ലെ, നിതിൻ ഗഡ്കരിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമാണ് ഗഡ്കരി. അനുരാഗ് രാജൻ ബുസാരിയാണ് സംവിധായകൻ. ആരാണ്? അനുരാഗ് രാജൻ ബുസാരിയാണ് സംവിധായകൻ. നിതിൻ ഗഡ്കരിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമാണ് ഗഡ്കരി. 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസ് വേദി കൊച്ചിയാണ്. 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസ് വേദി കൊച്ചി. ഇന്ത്യൻ നാവികസേനയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്ന് പുറത്തിറക്കിയ ഡിജിറ്റൽ കാർഡാണ് നാവ് ഇ ക്യാഷ്. അല്ലെ, ഇന്ത്യൻ നാവികസേനയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്ന് പുറത്തിറക്കിയ ഡിജിറ്റൽ കാർഡാണ് നാവ് ഇ ക്യാഷ് എന്ന് പറയുന്നത്. നാവികസേന എന്ന് ഓർക്കാം. നാവികസേന എന്ന് ഓർക്കാൻ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. നാവ് ഇ ക്യാഷ്. 2023 രാജ്യാന്തര ഹാക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി കോൺഫറൻസ് നടന്നത് കൊച്ചിയിൽ 2023 രാജ്യാന്തര ഹാക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി കോൺഫറൻസ് നടന്നത് നമ്മുടെ കൊച്ചിയിലാണ്. 2023 രജത ജൂബിലി ആഘോഷിക്കുന്ന തുറമുഖമാണ് മുന്ദ്ര തുറമുഖം. 2023 രജത ജൂബിലി ആഘോഷിക്കുന്ന തുറമുഖമാണ് മുന്ദ്ര തുറമുഖം എന്ന് പറയുന്നത്. അടുത്തത് 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടം എവിടെയാണെന്ന്. അത് തിരുവനന്തപുരം ജില്ലയിലെ കെട്ടിടം അമേസ് 28 ആണ്. അമേസ് 28. അല്ലെ, ഇതെങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിലാണ്. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കെട്ടിടം അതാണ് അമേസ് 28. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായുള്ള കേന്ദ്ര പദ്ധതിയാണ് ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായുള്ള കേന്ദ്ര പദ്ധതിയാണ് ശ്രേഷ്ഠ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിവൽ 2023 വേദിയാണ് ന്യൂഡൽഹി. 2023 വേദി ന്യൂഡൽഹിയാണ്. 141ാമത് ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ സെഷന് വേദിയാകുന്നത് നമ്മുടെ മുംബൈയിലാണ്. 141ാമത് ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ സെഷൻ ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ സെഷന് വേദിയാകുന്നത് നമ്മുടെ മുംബൈയാണ്. 2023 അന്തരിച്ച അക്ഷരലക്ഷം പരീക്ഷയിലെ ആദ്യ ജേതാവാണ് കാർത്യായനി അമ്മ. അല്ലെ, കാർത്യായനി അമ്മയെ PSC പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അല്ലെ, കാർത്യായനി അമ്മ 2023 അന്തരിച്ച അക്ഷരലക്ഷം പരീക്ഷയിലെ ആദ്യ ജേതാവാണ് കാർത്യായനി അമ്മ. അല്ലെ, ആ അമ്മയ്ക്ക് ആ സമയത്ത് 94-96 വയസ്സുണ്ടായിരുന്നു. അല്ലെ, അത് പരീക്ഷ വിജയിക്കുന്ന സമയത്ത്. അത് വിൽ പവറാണ്, പിന്നെ ആഗ്രഹവും പഠിച്ചെടുക്കണമെന്നുള്ളത്. അതാണ് 1ാം സ്ഥാനം അന്ന് കിട്ടിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സിനിമയാണ് മോണിക്ക ആൻഡ് AI സ്റ്റോറി. എന്താണ് മോണിക്ക ആൻഡ് AI സ്റ്റോറി? ആ സിനിമയുടെ പ്രത്യേകത എന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സിനിമയാണ്. ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് രോഹിത് ശർമ്മയാണ്. ഏകദിന ലോകകപ്പിലാണ് കേട്ടോ. ഇത് മറ്റ് വൺഡേയിലൊന്നുമല്ല, വൺഡേയിലല്ല, ടെസ്റ്റിലല്ല, 2020-ലല്ല. ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയത് രോഹിത് ശർമ്മയാണ്. 7 സെഞ്ചുറികളാണ് രോഹിത് ശർമ്മ നേടിയിട്ടുള്ളത്. 7 സെഞ്ചുറികൾ.
നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തത് നൊബേൽ സമ്മാനത്തെ കുറിച്ചിട്ടാണ്. നൊബേൽ സമ്മാനം ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നൊബേൽ സമ്മാനം. അത് നമുക്ക് നോക്കാം. ഇവിടെ നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിതെളിച്ച ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ച 2023 രസതന്ത്ര നൊബേൽ ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. അത് മൗങ്കി ജി ബാവണ്ടി, ലൂയിസ് ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ് എന്നാണ്. ഇവരുടെ പേരുകളൊക്കെ പഠിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിരന്തരം വായിക്കുക എന്നുള്ളതാണ്. ഇവരുടെ പേര് വായിക്കുക, രസതന്ത്രമായിട്ട് കണക്ട് ചെയ്ത് 3 പേരുടെയും പേര് വായിക്കുക. അതായത് ഓരോ വിഷയമായിട്ട് കണക്ട് ചെയ്ത് നിരന്തരം വായിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവരുടെ പേരൊന്നും കറക്റ്റായിട്ട് എപ്പോൾ ചോദിച്ചാലും കാണാതെ പറയാൻ പറ്റത്തില്ലെങ്കിലും നിരന്തരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രസതന്ത്രം ഓരോ വിഷയമായിട്ട് കണക്ട് ചെയ്ത് ഇവരെ പേര് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സാം ഹാളിൽ വരുമ്പോൾ എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ നമ്മുടെ ഉപബോധ മനസ്സിന് അത് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പേരുകളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്ഥിര പരിചയമാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിരന്തരം വായിക്കുക കേൾക്കുക. ഈ പേരൊന്നും ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും എക്സാം ഹാളിൽ നിങ്ങൾക്കത് വളരെയേറെ ഗുണം ചെയ്യും. നമുക്കത് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പേരൊക്കെ കണ്ടിട്ട് ഇതൊന്ന് സ്കിപ്പ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാകും. നമുക്ക് ഒരു മാർഗ്ഗമല്ല ഇത് പൊക്കോട്ടേന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇത് കിട്ടും. അപ്പോൾ നോക്കുക. അപ്പോൾ രസതന്ത്രം എന്താണ് ഇവിടെ ചോദിക്കുന്ന ഒത്തിരി വിഷയമുണ്ട്. ഏത് വിഷയത്തിന് ആർക്ക് കിട്ടി, ഏതാണ് അവരുടെ മേഖല, എന്തിനാണ് കണ്ടുപിടിച്ചത്, പിന്നെ അവരുടെ രാജ്യം ഏത്, ഇതൊക്കെയാണ് ചോദിക്കുന്നത് സാധാരണ ഇപ്പോൾ. അപ്പോൾ ഇവിടെ നോക്കുക, നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിതെളിച്ച ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തിയതാണ് അല്ലെ. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് പിന്നിൽ പ്രവർത്തിച്ച 2023 രസതന്ത്ര നൊബേൽ ജേതാക്കളാണ് മൗങ്കി ജി ബാവണ്ടി, ലൂയിസ് ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രസതന്ത്ര നൊബേൽ എന്ന് കേൾക്കുമ്പോൾ ക്വാണ്ടം ഡോട്ടുകൾ എന്ന് ഓർക്കുക. അതാണ് അതിൻ്റെ കീവേഡ്, ക്വാണ്ടം ഡോട്ടുകൾ, രസതന്ത്ര നൊബേൽ. പിന്നെ ഈ 3 പേരെ കണക്ട് ചെയ്യുക. 2023 സമാധാന നൊബേൽ ജേതാവ് നർഗീസ് മുഹമ്മദി അല്ലെ. നർഗീസ് മുഹമ്മദി അത് എനിക്കൊന്ന് ഇറാനിയൻ വനിതയാണ് അല്ലെ. നർഗീസ് മുഹമ്മദി അവരെ അല്ലെ നല്ല ഇപ്പോഴും ജയിലിലൊക്കെയാണ് കിടക്കുന്നത് അല്ലെ, ജയിലിലായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ടത് പറയുന്നുണ്ട്. നമ്മുടെ നർഗീസ് മുഹമ്മദി ഏത് രാജ്യക്കാരിയാണ്? ഇറാനാണ് അല്ലെ. സ്ത്രീകളുടെ അവകാശ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന് ഭരണകൂടം 12 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് അല്ലെ. ഇറാനിൽ ജയിലിൽ കിടക്കുകയാണ് ഈ വനിത അല്ലെ. നിങ്ങൾ ആ പിക്ചർ കണ്ടിട്ടുണ്ടാവും, നല്ല ഐശ്വര്യമുള്ളൊരു വനിതയാണല്ലേ. 2023 സമാധാന നൊബേൽ ജേതാവ് നർഗീസ് മുഹമ്മദിയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? സ്ത്രീകളുടെ അവകാശ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന് ഇറാൻ ഭരണകൂടം അല്ലെ 12 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഇറാൻ രാജ്യക്കാരിയാണ്. അടുത്ത നോക്കുക, അടുത്ത നൊബേൽ സമാധാന പുരസ്കാരം നേടുന്ന എത്രാമത്തെ വനിതയാണെന്നാണ് അല്ലെ. എത്രാമത്തെ ഇറാൻ വനിതയാണെന്നാണ്. അത് രണ്ടാമത്തെ ഇറാൻ വനിത. അപ്പോൾ നൊബേൽ സമാധാന പുരസ്കാരം നേടുന്ന എത്രാമത്തെ ഇറാൻ വനിതയാണ്? നർഗീസ് മുഹമ്മദി. ഇത് രണ്ടാമത്തെ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേത് ആരാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ വനിത, അതായത് നൊബേൽ സമാധാന പുരസ്കാരം നേടുന്ന ഒന്നാമത്തെ ഇറാൻ വനിത ആരാണ്? രണ്ടാമത്തെ ഇറാൻ വനിതയാണ് നർഗീസ് മുഹമ്മദി. സമാധാന നൊബേൽ നേടുന്ന ഇനി എത്രാമത്തെ വനിതയാണ് നർഗീസ് മുഹമ്മദി? അത് 19ാമത്തെ വനിതയാണ്. സമാധാന നൊബേൽ നേടുന്ന 19ാമത്തെ വനിതയാണ് നർഗീസ് മുഹമ്മദി. അതിൽ തന്നെ ഇറാനിൽ നിന്നുള്ള 2ാമത്തെ വനിതയുമാണ്. 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ നേടിയത് ആൻ ലൂലിയർ, പിയർ അഗസ്റ്റീനി, ഫെറൻസ് ക്രോസ് എന്നിവരാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ കണങ്ങൾ അഥവാ ആറ്റോ സെക്കൻഡ്സ് പൾസ് സൃഷ്ടിച്ചതിനാണ് പുരസ്കാരം. ഇവിടെ ഫിസിക്സുമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കേണ്ട കീവേഡ് എന്ന് പറയുന്നത് ആറ്റോ സെക്കൻഡ് എന്നുള്ളതാണ്. ആറ്റോ സെക്കൻഡ് പൾസ് അല്ലെ. ആറ്റോ സെക്കൻഡ് എന്നുള്ള ഒരു കീവേഡാണ് ഫിസിക്സുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. മറ്റേ നമ്മുടെ കെമിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അത്? ഈ ക്വാണ്ടം ഡോട്ട് കെമിസ്ട്രി, അതേപോലെ ആറ്റോ സെക്കൻഡ് ഫിസിക്സ്. അങ്ങനെ നമ്മൾ കീവേഡ് കണക്ട് ചെയ്ത് വയ്ക്കുക. 2023 ഭൗതികശാസ്ത്ര നൊബേൽ നേടിയത് ആൻ ലൂലിയർ, പിയർ അഗസ്റ്റീനി, ഫെറൻസ് ക്രോസ്. പ്രകാശത്തിന്റെ അതിസൂക്ഷ്മ കണങ്ങൾ അഥവാ ആറ്റോ സെക്കൻഡ് പൾസ് സൃഷ്ടിച്ചതിനാണ് പുരസ്കാരം. 2023 സാമ്പത്തിക നൊബേൽ ജേതാവ് ക്ലോഡിയ ഗോൾഡൻ ആണ്. അത് പിന്നെ സാമ്പത്തിക നൊബേൽ അല്ലേ, അപ്പോൾ ഒരു ഗോൾഡ് ഉള്ളത് കൊണ്ട് നമുക്കത് കണക്ട് ചെയ്ത് വയ്ക്കാം അല്ലെ. സാമ്പത്തിക നൊബേൽ ക്ലോഡിയ ഗോൾഡൻ USA ആണ്. ക്ലോഡിയ ഗോൾഡൻ USA കാരിയാണ്. 2023
ചരിത്രത്തിലെ സാഹിത്യ നൊബേൽ നേടിയത് യൂൻ ഫോസെയാണ്. യൂൻ ഫോസെ അല്ലേ, യൂൻ ഫോസെ. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം പക്കയാണ്. ഞാൻ ഈ നമ്മുടെ നൊബേൽ സമ്മാനമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇവരുടെ ചരിത്രം ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ടി വരത്തില്ല. കാരണം ഇവരുടെ ചരിത്രമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏത് രാജ്യക്കാരനാണ് യൂൻ ഫോസെ? യൂൻ ഫോസെ നോർവേ. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൂ. നോർവേക്കാരനാണ്. നോർവേ. ഏത് രാജ്യക്കാരനാണ് യൂൻ ഫോസെ? യൂൻ ഫോസെ നോർവേക്കാരനാണ്. നോർവേ. അടുത്തത് യൂൻ ഫോസയുടെ ആദ്യ നാടകമാണ് സംവൺ ഈസ് ഗോയിങ് ടു കം എന്നുള്ളത്. എന്താണ് യൂൻ ഫോസയുടെ ആദ്യ നാടകം? സംവൺ ഈസ് ഗോയിങ് ടു കം അല്ലെ. യൂൻ ഫോസയുടെ ആദ്യ നോവലാണ് റെഡ് ബ്ലാക്ക്. 1983 അല്ലെ. ആരും നമ്മളിൽ പലരും ജനിച്ചിട്ട് പോലും ഇല്ല. യൂൻ ഫോസയുടെ ആദ്യ നോവലാണ് റെഡ് ബ്ലാക്ക്. യൂൻ ഫോസയുടെ ആദ്യ നോവൽ റെഡ് ബ്ലാക്ക് 1983. യൂൻ ഫോസയുടെ പ്രധാന കൃതികളാണ് മെലംഖളി, സെപ്റ്റോളജി, ദ നെയിം, ഡ്രീം ഓഫ് ഓട്ടം. അപ്പോൾ എന്തൊക്കെയാണ്? മെലംഖളി, സെപ്റ്റോളജി, ദ നെയിം, ഡ്രീം ഓഫ് ഓട്ടം. അടുത്ത വരണം. അപ്പോൾ നമ്മുടെ നൊബേൽ സമ്മാനത്തെക്കുറിച്ചുള്ളത് കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇനി അത് എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ബാഡ്മിൻ്റൺ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം അല്ലേ. ബാഡ്മിൻ്റൺ പുരുഷ റാങ്കിങ്ങിൽ, ബാഡ്മിൻ്റൺ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി. ഫോബ്സ് ഇന്ത്യ സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയത് ഗൗതം അദാനിയാണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ അല്ലേ. ഫോബ്സ് ഇന്ത്യ സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയത് ഗൗതം അദാനിയാണ്. വിഴിഞ്ഞം തുറമുഖം മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായത് ദിവ്യ എസ് അയ്യരാണ്. വിഴിഞ്ഞം തുറമുഖം മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായത് ദിവ്യ എസ് അയ്യരാണ്. അടുത്ത ഒരു നോക്കാം. കോവിഡിനെതിരായ പോരാട്ടത്തിലെ സുപ്രധാന വഴിത്തിരിവായ mRNA വാക്സിൻ വികസിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിന് 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായത് കാതലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാൻ. യഥാക്രമം ഹംഗറിയും USA സ്വദേശം. കാതലിൻ കരിക്കോ ഹംഗറിയാണ്. ഹംഗറിയിൽ നിന്നുള്ള വനിതയാണ് കാതലിൻ കാരിക്കോ. ഡ്രൂ വെയ്സ്മാൻ USA-കാരനാണ്. അപ്പോൾ എന്താണ്? കോവിഡിനെതിരായ അല്ലെ, ഇവിടുത്തെ കീവേഡ് കോവിഡ് ആണല്ലേ. കോവിഡിനെതിരായ പോരാട്ടത്തിലെ പ്രധാന വഴിത്തിരിവായ mRNA ആണ് കീവേഡുകൾ. കോവിഡ്, mRNA വാക്സിൻ അല്ലെ. ഇത് വികസിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിന് 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായത് കാതലിൻ കരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ് അല്ലെ. കാതലിൻ കരിക്കോ ഹംഗറിയും ഡ്രൂ വെയ്സ്മാൻ USA-കാരനുമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ആസ്ഥാന മന്ദിരമായ NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ആസ്ഥാന മന്ദിരമായ NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്. 2023 ഹുറൂൺ ഇന്ത്യ പുറത്തുവിട്ട ലിസ്റ്റ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ എന്ന് പറയുന്നത് മുകേഷ് അംബാനിയാണ് അല്ലെ. ഫോക്സിന്റെ റിപ്പോർട്ട് പ്രകാരം ആരാണ്? ഗൗതം അദാനിയാണ്. ഫോബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഹുറൂൺ ഇന്ത്യ 2023 ഹുറൂൺ ഇന്ത്യ പുറത്തുവിട്ട ലിസ്റ്റ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ എന്ന് പറയുന്നത് മുകേഷ് അംബാനിയാണ് അല്ലേ. 13ാമത് ICC ലോകകപ്പിന്റെ ഉദ്ഘാടന വേദി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. എവിടെയാണ്? അഹമ്മദാബാദിലെ അല്ലെ. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും രണ്ടാം സ്ഥാനക്കാരായ ന്യൂസിലൻഡും തമ്മിലായിരുന്നു ആദ്യ മത്സരം. അപ്പോൾ എന്താണ്? 13 ICC ലോകകപ്പിന്റെ ഉദ്ഘാടന വേദി. 13ാമത് ICC ലോകകപ്പിന്റെ ഉദ്ഘാടന വേദി എന്ന് പറയുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ആയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും രണ്ടാം സ്ഥാനക്കാരായ ന്യൂസിലൻഡും തമ്മിലായിരുന്നു ആദ്യ മത്സരം. 13ാമത് ICC ലോകകപ്പിൽ ഏറ്റുമുട്ടുന്ന ടീമുകളുടെ എണ്ണം 10 ആണ്. 13ാമത് ICC ലോകകപ്പിൽ ഏറ്റുമുട്ടിയ ടീമുകളുടെ എണ്ണം 10. 13ാമത് ICC ലോകകപ്പിന്റെ ഗ്ലോബൽ അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. 13ാമത് ICC ലോകകപ്പിന്റെ ഗ്ലോബൽ അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കർ. ലോറസിന്റെ അംബാസഡറായി നിയമിതനായത് നീരജ് ചോപ്രയാണ്. ലോറസിന്റെ അംബാസഡറായി നിയമിതനായത് നീരജ് ചോപ്ര. ഏകദിന ക്രിക്കറ്റിൽ 300 സിക്സറുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. ഏകദിന ക്രിക്കറ്റിൽ 300 സിക്സറുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. 300 സിക്സറുകളാണ് അല്ലേ. അടുത്ത പോയിന്റ് നോക്കാം. 2023 അന്തരിച്ച മുൻ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MS ഗില്ലാണ്. 2023 അന്തരിച്ച മുൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MS ഗില്ല്. അപ്പോൾ നമ്മുടെ ഒക്ടോബറിലെ ഏകദേശം പകുതി വരെയുള്ള നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി ഒരു ക്ലാസ് കൂടെ കൊണ്ട് അത് തീരും. അപ്പോൾ നമുക്ക് വീഡിയോ ലെങ്തി ആയിട്ടിട്ട് കഴിഞ്ഞാൽ കുറേ പേര് പറയുന്നത് ഇപ്പം അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ളത് കൂടെ കൊണ്ട് തന്നെ എല്ലാവർക്കും അത് കണ്ടു തീർക്കാൻ പറ്റുന്നില്ലെന്നും ചിലർക്കൊക്കെ ലെങ്തി വീഡിയോ വേണമെന്നുമാണ്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ലെങ്തി വീഡിയോ ആരും ഫുള്ള് കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി ഇതേപോലെ അരമണിക്കൂറേ ഉള്ളൂ. അത് ഇടാം. അപ്പോൾ എന്തായാലും
എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്